നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വത്തിന്റെ കാര്യം പറഞ്ഞും മറ്റും വൃദ്ധ മാതാപിതാക്കളുമായി നിരന്തരം കലഹിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നെങ്കിലും വീടിന് തീയിട്ട് അവരെ കൊലപ്പെടുത്തുകയെന്ന കൊടും ക്രൂരത വിജയനിൽ നിന്നുണ്ടാകുമെന്ന് ബന്ധുക്കളും അയൽക്കാരും കരുതിയില്ല. അതിന്റെ നടുക്കത്തിലാണ് ആ നാട് മുഴുവൻ. പെട്ടെന്നുള്ള പ്രകോപനമല്ല, 1.5 മാസത്തോളം ആലോചിച്ചുറപ്പിച്ചാണ് ഈ കൃത്യം ചെയ്തതെന്ന പോലീസിന്റെ കണ്ടെത്തലും അവരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡിസംബർ 15 മുതൽ താൻ ഇതിന് പദ്ധതി ഇടുകയാണെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി വിജയൻ പറഞ്ഞതെന്നും സംഭവസ്ഥലം സന്ദർശിച്ച ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. അതിനിടയിലാണ് കഴിഞ്ഞ ബുധനാഴ്ച സ്വത്തുതർക്കം മർദ്ദനത്തിലേക്ക് നീങ്ങിയത്. രാഘവനും ഭാര്യ ഭാരതിക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു. വീട്ടിലെത്തിയ കൊച്ചുമകൾ ഇത് കണ്ടതിനെ തുടർന്ന് മാന്നാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 31-ന് സ്റ്റേഷനിൽ എത്തണമെന്ന് വിജയനോട് പോലീസ് നിർദ്ദേശിച്ചെങ്കിലും ഇയാൾ പോയില്ല. തുടർന്ന് ഇന്നലെ എത്തിയിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതോടെയാണ് പുലർച്ചെ 3:15-ന് വീടിന് തീയിട്ടത്. കൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനവും. ഇന്ധന പമ്പിൽ നിന്ന് കുപ്പിയിൽ പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം തെളിവ് ലഭിച്ചിട്ടുണ്ട്. ആദ്യം വീടിന് ചുറ്റും പിന്നീട് അകത്തും കയറി മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന കട്ടിലിലും പരിസരത്തുമായി പെട്രോൾ ഒഴിച്ച ശേഷമാണ് തീയിട്ടത്. കോൺക്രീറ്റ് തൂണിൽ തടിയും ഇരുമ്പ് ഷീറ്റും വിട്ട ഒരു മുറിയും ഹാളും അടുക്കളയും അടക്കം പൂർണ്ണമായും കത്തിയമർന്നു. തീ ആളിപ്പടർന്നതോടെ സമീപത്തെ മരത്തിലെ 20 അടിയോളം ഉയരത്തിലുള്ള ഇലകൾ വരെ കരിഞ്ഞു. ഇന്നലെ വൈകിട്ടോടെ പ്രതി വിജയനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തിരുന്നു. അതിക്രൂരമായിട്ടാണ് സ്വന്തം മാതാപിതാക്കളെ ഈ പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത അയൽക്കാരാണ് ആദ്യം ഇത് കണ്ടത്. ജനലിന് പുറത്ത് പതിവില്ലാത്ത പ്രകാശം കണ്ടാണ് തൊട്ടപ്പുറത്ത് ഭാരതിയുടെ അനുജത്തി ശാരദയുടെ മക്കൾ പുറത്തിറങ്ങിയത്. മുത്തശ്ശിയുടെ വീടിന് തീ പിടിക്കുന്നത് കണ്ട് അവർ പേടിച്ചു നിലവിളിച്ചു. ഈ സമയത്ത് അതുവഴി പോയ ഓട്ടോറിക്ഷ പെട്ടെന്ന് നിർത്തി ഹോൺ നിർത്താതെ അടിച്ചു. അത് കേട്ടാണ് അയൽക്കാർ ഉണർന്നത്. വാതിൽ തുറന്നപ്പോൾ അയലത്തെ വീട് കത്തി അമരുന്നതാണ് കണ്ടതെന്നും നസ്രത്ത് ജോബിൻ വില്ലയിൽ T ബിജു പറഞ്ഞു. മരിച്ച രാഘവന്റെ മരുമകൻ വിനോദ് ഓടിയെത്തി മോട്ടോർ ഉപയോഗിച്ച് വെള്ളമൊഴിക്കാൻ ശ്രമിച്ചു. എന്നാൽ വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലാത്തതിനാൽ വലിയ ദുരന്തമാകുമോ എന്ന് ഭയന്ന് പിന്മാറി. ഉടൻ അഗ്നിരക്ഷാ സേനയിലും പോലീസിലും വിവരം അറിയിച്ചു. പഞ്ചായത്ത് അംഗം അജിത ദേവരാജനും സ്ഥലത്തെത്തി. മാവേലിക്കരയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയാണ് തീ പൂർണ്ണമായും അണച്ചത്. വീട്ടിലുണ്ടായിരുന്ന റെഫ്രിജറേറ്റർ, അലമാര, ഓട്ടുപാത്രങ്ങൾ തുടങ്ങിയവ കത്തി നശിച്ചു. ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിലും അതിൽ തീ പിടിക്കാത്തത് പൊട്ടിത്തെറി ഒഴിവാക്കി. സമീപത്തെ ക്ഷേത്രത്തിലെ വിളക്കുകളും മറ്റും വീടിനകത്തുണ്ടായിരുന്നു. അവയ്ക്കും കേടുപാടുണ്ട്. ഓടിട്ട വീട് 20 വർഷം മുമ്പാണ് നവീകരണത്തിനായി പൊളിച്ചത്. എന്നാൽ പലവിധ തർക്കങ്ങളെ തുടർന്ന് ഇതുവരെ പണി പൂർത്തിയാക്കാനായിട്ടില്ലെന്നും പ്രദേശവാസി കാട്ടുപറയിൽ മോൻസി ജോൺ പറഞ്ഞു. കൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ധന പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിക്രൂരമായിട്ടാണ് മാസങ്ങളോളം നീണ്ട ഗൂഢാലോചനയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രതി സ്വന്തം പ്രായമായ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. തീ ആളിപ്പടർന്നതോടെ സമീപത്തുള്ള ആളുകളെല്ലാം തന്നെ ഓടിയെത്തിയെങ്കിലും അണയ്ക്കാൻ സാധിക്കാത്ത നിലയിൽ കത്തിപ്പടരുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. അപ്പോഴേക്കും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു 2 മൃതദേഹങ്ങളും കിടന്നിരുന്നത്.